9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന പല മക്കളും ബുദ്ധിമുട്ടുന്നത് ബേസിക് മാത്സ് അറിയാത്തതുകൊണ്ടാണ്. ബേസിക് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡെസിമൽ വെച്ച് മൾട്ടിപ്ലിക്കേഷനും 0.3 × 0.005 പിന്നെ ഡിവിഷനും അങ്ങനത്തെ ബേസിക് മാത്സ് അറിയാത്തതുകൊണ്ട് കുറേ പേര് SSLCയിൽ കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് എടുക്കാതിരിക്കണമെങ്കിൽ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിനറിൻ്റെ ഫ്രീ ആയിട്ട് നടത്തുന്ന എക്സാമിനറിൻ്റെ ബ്രിഡ്ജ് കോഴ്സിൽ പങ്കെടുക്കുക. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എല്ലാം യൂട്യൂബിലാണ്, നിങ്ങൾക്ക് ഒരു പൈസയും മുടക്കാതെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. കാരണം ആ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ് ഒക്കെ എവിടെയാണ് കിട്ടുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമായിട്ട് ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം SSLC ബ്രിഡ്ജ് കോഴ്സ് എക്സാമിനർ എന്ന് കാണാം. അതിൽ എല്ലാ പാർട്ടിൻ്റെയും മാത്സിൻ്റെ എല്ലാ പാർട്ടിൻ്റെയും ലൈവ് ക്ലാസ്സുകളുടെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ ക്ലാസ് എടുത്ത് കാണുക. ഇനി ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന ടോപ്പിക്കൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം എങ്കിൽ നിങ്ങൾ ഇതാ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സസ് ഉപയോഗിക്കുക. അല്ലാണ്ട് എല്ലാ ക്ലാസ്സും ഇങ്ങനെ സ്കൂളിൽ പോകുന്ന പോലെ ഫുള്ളായിട്ട് കാണണം നിർബന്ധമില്ല. എന്നിട്ട് അത് ഫുൾ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടേ നിങ്ങൾ SSLCയിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അത് അത്രയേറെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടും. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ മാത്സ് ആയിരിക്കില്ല, കുറച്ചും കൂടി ലെവൽ കൂടിയ മാത്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് മാത്സിൽ മാത്രമല്ല, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഈ മാത്സ് ഉപയോഗിക്കണം. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഫ്രീ കോഴ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് SSLC പഠിക്കാൻ തുടങ്ങുമ്പോൾ എളുപ്പമായിരിക്കും എല്ലാ കാര്യങ്ങളും. സോ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കുക. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് SSLC തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കുറേ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു യു ഗൈസ്. നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കണം കേട്ടോ.